ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജുസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മോര് കറിയാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 250 ഗ്രാം വെള്ളരി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര്, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്. ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളരി നുറുക്കിയത് ഇടുക. പിന്നെ 3-4 പച്ചമുളക്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്, പിന്നെ അത് കവറാവുന്നിടത്തോളം വെള്ളം. ഞാൻ ഇവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് കുക്ക് ചെയ്യുക, അത് സോഫ്റ്റ് ആവുന്ന വരെ. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. നമ്മുടെ വെള്ളരിക്ക സോഫ്റ്റ് ആയിട്ടുണ്ട്, അത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് തിളപ്പിക്കുക. കറി നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വച്ചേക്കുന്ന തൈര് ചേർക്കാം. 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി അധികം തിളപ്പിക്കാൻ പാടില്ല, തൈര് പിരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് കറി താളിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, അതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ വറ്റൽ മുളക് 4 എണ്ണം, പിന്നെ ഒരു 3 കൊളുന്ത് കറിവേപ്പില. തീ ഓഫാക്കുക. ഇനി നമുക്ക് കറി താളിക്കാം. അപ്പം നമ്മുടെ കറി റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.